ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലവറായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മുറ്റത്തും പാടത്തും കാണുന്ന ഈയാമ്പുല്ലാണ് വേണ്ടത്. ഈയാമ്പുല്ലെന്ന് ആണ് ഞങ്ങൾ തൃശ്ശൂരിലുള്ളവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈയാമ്പുല്ലെടുത്ത് നമ്മൾ നല്ല അരിയുള്ള നല്ല വെളുത്ത അരിയുള്ള ഈയാമ്പുല്ല് കട്ട് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഫ്ലവറുകൾ ഉണ്ടാക്കി അതിനകത്ത് കോർത്ത് വെച്ച നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസിൽ വെക്കാൻ പറ്റുന്ന ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കളറുകളുള്ള തുണികൾ വേണം സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ നല്ല ഡാർക്ക് കളറുള്ള കടലാസ് കൊണ്ടും ചെയ്യാം കേട്ടോ. കനം കുറഞ്ഞ തുണിയായിരിക്കണം, കോട്ടൺ ആകുമ്പോൾ ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നാലാക്കി മടക്കി അതിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മെല്ലെ നടുക്കിലേക്ക് കൊണ്ടുവന്ന ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായി കിട്ടും. നടുക്കൊരു ഹോളും ഉണ്ടാവും. ആ ഹോളിൽ കൂടെ വേണം നമ്മൾ ഈ പുല്ല് കടത്തിയെടുക്കാൻ. 3-4 പുല്ല് കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് വേണം. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ബഞ്ചിന് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു വട്ടം കൂടെ കാണിക്കാം. നാലാക്കി മടക്കി അതിനകത്ത് തുണി നാലാക്കി മടക്കി സൈഡിൽ നിന്ന് പതുക്കെ കട്ട് ചെയ്ത് സെൻറ്ററിലോട്ട് വരാം. അത് കഴിഞ്ഞ് മറ്റേ സൈഡും തിരിച്ച് പിടിച്ച് 2 മടക്കുണ്ടാവും മറ്റേ സൈഡിൽ. ആ വശത്ത് നിന്നും പതുക്കെ കട്ട് ചെയ്ത് നല്ല റൗണ്ടിൽ കട്ട് ചെയ്ത് നടുക്കിലോട്ട് വരിക. നടുക്കിലോട്ട് വരുമ്പോൾ നല്ല ഇതളുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ആ ഫ്ലവറുകളൊക്കെ ഓരോന്നും എടുത്ത് 3-4 പുല്ല് ഒരുമിച്ച് പിടിച്ച് അതിൽ നമ്മൾ ഓരോ ഫ്ലവറായിട്ട് കയറ്റി മുകളിൽ വരെ എത്തിച്ച് താഴെ വരെ എത്തിക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് നമ്മളത് താഴത്തെ പുല്ലുകളുടെ ഒരു ബഞ്ചിൽ താഴെ 3-4 പുല്ലുണ്ടാവുമല്ലോ. അപ്പോൾ അത് അടർന്നു പോകാതിരിക്കാൻ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് കടയ്ക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ പിടിക്കാനും ഒരു സൗകര്യം ഉണ്ടാവും, ഇത്തിരി ബലം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ വൈസ് എടുത്ത് അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഭിത്തിയിലും നമുക്ക് വെറുതെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചാൽ ലൈറ്റിനും ചോടയാണെങ്കിൽ ഏറ്റവും ഭംഗി കേട്ടോ. ആ ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലോ വേറെ തന്നെയാണ്. നമുക്കതിൽ ഫ്ലവർ വൈസ് ചുമരിൽ വയ്ക്കാനായിട്ട് ഞാനൊരു ലീഫിൻ്റെ ഒരു നല്ലൊരു ചെടിയുടെ ഇലയാണ് ഇത് തരില്ല. അത് കോണാക്കി മടക്കി അതിനുള്ളിൽ വെച്ച് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഇല ഒരിക്കലും കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഉണങ്ങി താഴെ വീഴത്തില്ല. ഇങ്ങനെ കരിഞ്ഞ് ബ്രൗൺ നിറായി അങ്ങനെ വരത്തുള്ളൂ, കറുത്ത നിറായിട്ട് നിൽക്കും. അതെന്നും അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഹോം ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.